നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിൽ സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഹരേതി ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിനെതിരെയാണ് ഇസ്രയേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമായത്. മധ്യ ഇസ്രയേലിലെ ഹൈവേ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഏറ്റുമുട്ടലുണ്ടായി. ബെനൈ ബ്രേക്ക് നഗരത്തിന് സമീപത്തെ ഹൈവേ 4 ഹരേതി ജൂത വിഭാഗങ്ങൾ ഉപരോധിച്ചത്. തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ കൂടുതൽ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹരേതി ജൂത വിഭാഗങ്ങളെയും അതുപോലെ തന്നെ നിർബന്ധിത സൈനിക സേവനത്തിന് തെരഞ്ഞെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വരുന്ന ഞായറാഴ്ച മുതൽ ഇവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പ്രതിഷേധം വ്യാപകമായത്. കഴിഞ്ഞ ദിവസം ഹരേതി യുവാക്കൾ 2 ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറ് ആക്രമിച്ചിരുന്നു. നിങ്ങൾ കൊലപാതകികളാണ് എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു കുപ്പികൾ കാറിന് നേരെ വലിച്ചെറിയുകയും ചെയ്തത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം ആരംഭിച്ച യുദ്ധത്തിൽ വലിയ ആൾക്ഷാമമാണ് ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നത്. ഗസയ്ക്ക് പുറമെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഇസ്രായേൽ നേരിടുന്നുണ്ട്. അതൊക്കെ തന്നെ ചേർത്ത് നിൽക്കാനുള്ള ഇസ്രായേൽ പട ഇസ്രായേലിന്റെ പക്കലുണ്ടെങ്കിൽ പോലും ഇനിയും യുദ്ധം ലെബനനുമായി തുടങ്ങുകയാണെങ്കിൽ പട്ടാളത്തിന്റെ ആൾബലം കൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഗസയിൽ നിരവധി ഇസ്രായേലി സൈനികരാണ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടത്. 10,000-കണക്കിന് സൈനികർക്ക് മാനസികവും ശാരീരികവുമായ പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ പലരും സൈന്യത്തോടൊപ്പം ചേരാനും യുദ്ധഭൂമിയിലേക്ക് പോകാനും മടിക്കുകയുമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിലെ സുപ്രീം കോടതി ഹരേതി ജൂതന്മാരെയും നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൂടാതെ ഇത്തരക്കാർ പഠിക്കുന്ന മതസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനതയുടെ 13% വരുന്ന ഹരേതി ജൂതന്മാർ, ഇവരിൽപ്പെട്ട ഏകദേശം 99 ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല. പകരം ഇവരുടെ ജീവിതം മതഗ്രന്ഥമായ തോറ പഠിപ്പിക്കാനായി സമർപ്പിച്ചിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്നാണ് ഇസ്രായേലിന്റെ നിയമം. പുരുഷന്മാർക്ക് 32 മാസവും സ്ത്രീകൾക്ക് 24 മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം.